Hello my dear students, welcome back to Eagle Learning. This is me Aslam. So മക്കളെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വെൻ ഡയഗ്രാമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമെന്ന്. ആ വീഡിയോ ആണത്. ഇതിൽ നമ്മൾ വെൻ ഡയഗ്രാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കൈൻഡ് ഓഫ് വെൻ ഡയഗ്രാംസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മക്കൾ ഒരാൾ പോലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് എനിക്ക് വരാനുള്ള പ്രചോദനം നിങ്ങളാണ്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം എന്താക്കുക, നമ്മുടെ വെൻ ഡയഗ്രത്തിൽ കിടക്കാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് സെറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അത് നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുക, ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് നമ്മൾ വെൻ ഡയഗ്രാം ത്രൂ ചെയ്യുന്നത്. അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിന് സബ്സെറ്റുകൾ ഉണ്ടാവും. യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ കൊണ്ടും അതേപോലെ തന്നെ അതിന്റെ സബ്സെറ്റുകളെ സർക്കിൾ കൊണ്ടുമാണ് വെൻ ഡയഗ്രത്തിൽ നമ്മൾ വരച്ചു വെക്കുക. ഇതാണ് റെക്റ്റാങ്കിൾ കാണുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതേപോലെ തന്നെ ഈ സർക്കിൾ ആണെന്ത് അതിന് സബ്സെറ്റ് എ ആയിട്ട് വരുന്നതാണ്. ഇതാണ് വെൻ ഡയഗ്രത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇനി വരുന്നതാണ് നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. വെൻ ഡയഗ്രാം ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും വരിക, അല്ലെങ്കിൽ വെൻ ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഒന്നാമതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുകളുണ്ട്, എ ബി ഉണ്ട്, അതിന് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതേപോലെ ഇത് എ ആണ്, ഇത് ബി ആണ്. റെഡി ആണല്ലോ. ഇനി എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ്, ആ ഷെയ്ഡ് ചെയ്ത ഭാഗമില്ലേ, അതാണ് എ യൂണിയൻ ബി. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ എയിലും ബിയിലും വരുന്ന എല്ലാ എലമെന്റ്സും. സോ ഈ കാണുന്ന മൊത്തം ഭാഗവും എന്താണ്, എ യൂണിയൻ ബി ആണ്. സോ ഞാൻ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുന്ന ആൾക്കാരാണ് എ യൂണിയൻ ബി. സോ എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇയാളാണ്. ഇതാ ഇങ്ങനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്താൽ മതി, എ യൂണിയൻ ബി ആയി കഴിഞ്ഞു. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, യൂണിയൻ കിട്ടി, ഇന്റർസെക്ഷൻ എന്ത് ചെയ്യുന്നുള്ളത്? ഇന്റർസെക്ഷൻ ഇതാ ഇതേപോലെ തന്നെയാണ്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ഇതാ ഇവിടെ കാണാം, എ ഉണ്ട് ബി ഉണ്ട്. എന്താ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് അല്ലേ. ഇവിടെ നോക്കിക്കേ, എയിലും ബിയിലും കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്തെടുക്കുന്ന ഭാഗം ഏതാണ് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത്? ഈ കാണുന്ന ഭാഗമല്ലേ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിന്റെ വെൻ ഡയഗ്രാം എന്തായിരിക്കും വരിക? ഈ കാണുന്ന ഭാഗം, ഇയാളാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഭാഗം വരിക. എ ഇന്റർസെക്ഷൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് വരച്ചു വെക്കേണ്ടത്, അറിയാവുന്ന കാര്യമാണ്. ഇനി അതേപോലെ ഡിസ്ജോയിന്റ് സെറ്റ്സ് വരും. എന്താ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആയിരിക്കും, 5 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അവരുടെ യൂണിയന്റെയും എ യൂണിയൻ ബിന്റെയും അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിന്റെയും വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ ഇതാണ് എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം ആണ് ഫസ്റ്റ് കാണുന്ന ആള്. ഇത് എ യൂണിയൻ ബി ആണ്. ഇനി അതേപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലോ, ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ ആണ്, ഇത് ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 5 ആണ്, നൾ സെറ്റ് ആണ്, ഒരു എലമെന്റും ഇല്ല. സോ ഇങ്ങനെ മാത്രം വരച്ചു വെച്ചാൽ മതി, നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ ഒരു ഭാഗവും പോലും ഇല്ല. അതുകൊണ്ട് ഇതാണ് ഡിസ്ജോയിന്റ് സെറ്റുകൾ വരുമ്പോൾ, സെറ്റ്സ് വരുമ്പോൾ എ ഇന്റർസെക്ഷൻ ബിന്റെയും എ യൂണിയൻ ബിന്റെയും വെൻ ഡയഗ്രാം വരിക. ഇനി അതേപോലെ തന്നെ ഈ ഡിസ്ജോയിന്റ് സെറ്റ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ രണ്ട് സെറ്റിന് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, അതേപോലെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ഇനി ഇത് എ ആണ്, ഇത് ബി ആണ്. എനിക്ക് വേണ്ടത് എ മൈനസ് ബിന്റെ വെൻ ഡയഗ്രാം ആണ്. എന്താണ്? എ മൈനസ് ബിന്റെ വെൻ ഡയഗ്രാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബ്രൗൺ ഷെയ്ഡിൽ കാണുന്ന ഭാഗമില്ലേ, ഇതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ. എ മൈനസ് ബി, എയിലുള്ള എല്ലാ എലമെന്റ്സും വേണം, എന്നാലോ ബിയിലുള്ള എലമെന്റ്സ് കൊടുക്കാൻ പറ്റില്ല. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഞാൻ ഇതാ ഇങ്ങനെ കാണിക്കുന്ന ഭാഗമാണെന്ത്, എ മൈനസ് ബി എന്ന് പറയുന്ന ആളുടെ വെൻ ഡയഗ്രാം. സോ എ മൈനസ് ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കണം, ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ മാത്രം ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ചോദിക്കുകയാണ്, എ മൈനസ് ബി അല്ല, ബി മൈനസ് എ ആണ് വേണ്ടത്. എന്താ വേണ്ടത്? ബി മൈനസ് എ. അത് നിങ്ങൾ ഈ കാണുന്ന ഈ കളറിൽ കാണുന്നതാ, ഇവിടെ കാണുന്ന ഇയാളാണെന്ത്, ബി മൈനസ് എ എന്ന് പറയുന്ന ആളുടെ വെൻ ഡയഗ്രാം വരിക. അതായത് ആ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രമാണെന്ത്, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ. അതായത് ബിയിലുള്ള എല്ലാ എലമെന്റ്സും ആണ്, പക്ഷേ എയിലുള്ള എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് രണ്ടിനും നടുവിലൊരു ഭാഗം കാണുന്നില്ലേ, അത് നമുക്കറിയാം. എന്താണ് ഈ കാണുന്ന ഭാഗം? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇത് മൂന്ന് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം. ഈ മൂന്ന് സെറ്റുകൾ, അതായത് എ മൈനസ് ബി,
എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് പറയാൻ പറ്റും. അതായത് എ മൈനസ് ബി ഇന്റർസെക്ഷൻ നമ്മളിങ്ങനെ ചെയ്യാണ്, എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി എടുത്തു. ഇതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ നോക്കിക്കേ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. രണ്ടാൾക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് ഉണ്ടാവോ? ഒരു എലമെന്റ് ഉണ്ടാവില്ല. സോ എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി എടുത്തപ്പോൾ കിട്ടിയത് നൾ സെറ്റ് ആണ്, ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് മാറി. ഇനി അതേപോലെ തന്നെ എന്താക്കുന്നു, എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ, ഇതാണ് ബി മൈനസ് എ എന്ന് പറയുന്ന ആള്, ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന ഭാഗം. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അവിടെയും കോമൺ ആയിട്ട് ഒരാളുമില്ല. സോ അതും എന്തായിട്ട് മാറുന്നു? അതും ഫൈ ആയിട്ട് മാറുന്നു. അതും ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. എ മൈനസ് ബിയും ബി മൈനസ് എയും എന്താണ്? അതും ഡിസ്ജോയിന്റ് ആണ്. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം, ബി മൈനസ് എ ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി, ഇതും അതുപോലെ എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. എ ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. സോ ഈ കാണുന്ന മൂന്ന് സെറ്റുകളെ എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ എന്താണ്? മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റുകളാണെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വെൻ ഡയഗ്രത്തിൽ ഈ കാണുന്ന ഡിസ്ജോയിന്റ് സെറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഡിഫറൻസ് ഓഫ് സെറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടി ഉണ്ട്, കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്ന ആള്. ഇയാളുടെ കോംപ്ലിമെന്റ് ഒരു സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആളുടെ വെൻ ഡയഗ്രം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗ്രീൻ ഷെയ്ഡിൽ കാണുന്നതാണ് എ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രം വരിക. അത് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതങ്ങനെ ചോദിക്കാറില്ല, എ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രം വരയ്ക്കാൻ എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. ഇനി എക്സാമിന് ചോദിക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പഠിച്ച ലെവലിൽ തന്നെയാണ്, പക്ഷെ ചെറിയ കണ്ടീഷൻസ് ഒക്കെ മാറ്റം വരുത്തി എക്സാമിന് ചോദിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എം സബ്സെറ്റ് ഓഫ് എൻ then draw the Venn diagram of n minus m. ഇപ്പൊ n മൈനസ് എം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ എന്താക്കും, എന്നും എമ്മും ഇതേപോലെ വരച്ചിടുക, ഇതേപോലെ വരച്ച് n മൈനസ് എം ഇതാ ഇങ്ങനെ എഴുതി വെക്കും. പക്ഷെ തെറ്റും. കാരണം എന്താ അറിയോ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ കണ്ടീഷൻ എന്താ? എം സബ്സെറ്റ് ഓഫ് എൻ എന്നാണ്. എം എന്ന് പറഞ്ഞാൽ എന്നിന്റെ സബ്സെറ്റ് ആണ്. സോ n എമ്മിനേക്കാൾ വലിയ സെറ്റാണ്. ഇത് യൂണിവേഴ്സൽ സെറ്റാണ്, അതിൽ മാറ്റമില്ല, റെക്ടാങ്കിൾ. ഇനി അതേപോലെ എം എന്ന് പറയുന്ന സെറ്റ് പുറത്ത് വരുന്ന, എൻ എന്ന് പറയുന്ന സെറ്റ് പുറത്ത് വരുന്ന വലിയ സെറ്റാണ്. എം എന്ന് പറഞ്ഞാലോ അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ സെറ്റാണ്. സോ ഈ കാണുന്ന അകത്ത് വരുന്ന ഇയാളാണെന്ത്? എം എന്ന് പറയുന്ന ആള്. കാരണം എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എന്നിലുണ്ടാവും. സോ ഇവിടെ ഈ കണ്ടീഷൻ വന്നാൽ എം സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ട പോലെ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ദാ ഇതുപോലെ വരച്ചു വെച്ചാൽ വെൻ ഡയഗ്രം തെറ്റാണെന്ന് മനസ്സിലാക്കി വെക്കണം. കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം സബ്സെറ്റ് ഓഫ് എൻ എന്ന് വന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ എം വരച്ചു, ഇത് എം ചെറുതാണ്, അതേപോലെ എൻ വലുതാണ്. അപ്പോൾ വലിയ സെറ്റിൽ, അതായത് എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എന്നിലുണ്ട്. അപ്പോൾ നമ്മൾ എൻ മൈനസ് എം ചെയ്യുമ്പോൾ എന്നിലുള്ള എലമെന്റ്സ് ഉണ്ടാവും. പക്ഷേ എമ്മിലുള്ള എലമെന്റ്സ് നമ്മൾ എന്താക്കണം? റിമൂവ് ചെയ്യണം. എമ്മിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗമല്ലേ, ഈ ചെറിയ ഭാഗമല്ലേ എമ്മിൽ വരുന്ന എലമെന്റ്സ്. അപ്പോൾ അയാളില്ലാത്ത ബാക്കിയുള്ള എന്നിലെ എല്ലാ ഭാഗവും, എൻ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ ഭാഗവും എന്താണ്? എൻ മൈനസ് എം എന്ന് പറയുന്ന സെറ്റിലെ വരുന്ന ആൾക്കാരാണ്. സോ അതാണ് വെൻ ഡയഗ്രം ആയിട്ട് വരിക. ഞാനിവിടെ ഈ ബ്രൗൺ ഷെയ്ഡിൽ കാണുന്ന, ഈ ബ്രൗൺ ഷെയ്ഡ് ചെയ്ത് വെച്ചതാണെന്ത്? എൻ മൈനസ് എം എന്ന് പറയുന്ന ആളുടെ വെൻ ഡയഗ്രം. കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ മൈനസ് എം എന്ന് പറയുന്ന ആളുടെ വെൻ ഡയഗ്രം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താക്കാം, ഇതേപോലെ വരുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോ വെൻ ഡയഗ്രംസ് വിച്ച് റെപ്രസെന്റ്സ്. രണ്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാം. എ യൂണിയൻ ബി എന്നറിയാം, അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി, കാരണം എ യൂണിയൻ ബിയിൽ വരാത്ത ആൾക്കാർ എടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അത് കുറച്ച് കൺഫ്യൂസിങ് അല്ലേ? എ കോംപ്ലിമെന്റ് പിന്നെ യൂണിയൻ എടുത്ത് ബി കോംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഡിമോർഗൻസ് ലോ ആണ്. നമ്മൾ പഠിച്ചാണ് ഡിമോർഗൻസ് ലോ. ഫസ്റ്റ് കേസ് എന്താണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്, അറിയാവുന്ന കാര്യമാണ്. ഇനി അതേപോലെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. എടാ
എ ഇന്റർസെക്ഷൻ ബി എന്താണെന്നറിയാം, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് ഈ കാണുന്ന രണ്ടാൾക്കാരുടെ വെൻ ഡയഗ്രം വരയ്ക്കാൻ ഒന്നാമത്തെ കേസിൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രം വരയ്ക്കാം, സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ കേസിലോ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രം വരച്ചാൽ മതി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ, ഇത് ഒന്നാമത്തെ ആള്, ഇത് രണ്ടാമത്തെ ആള്. ഇതിൽ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്, യൂണിവേഴ്സൽ ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഞാൻ അതാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഈ ഭാഗമല്ലേ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരാത്ത ആൾക്കാർ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് നമുക്കറിയാം, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലില്ലാത്ത എന്നാലോ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റ്സും. സോ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സും എന്താണ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. സോ ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് വെച്ച ഭാഗമാണെന്ത്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ ചോദിക്കുകയാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വേണ്ട, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരയ്ക്കാൻ പറഞ്ഞാലും ഇതും സെയിം ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരയ്ക്കാൻ പറഞ്ഞാലും എന്താണ്, സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കാം. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം, വെൻ ഡയഗ്രം വരയ്ക്കാം. രണ്ടാമത്തെ കേസ് ആണെന്ത്, എ കോംപ്ലിമെന്റ് യൂണിയൻ. ആക്ച്വലി നമ്മൾ വരയ്ക്കാൻ പറഞ്ഞതാണ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ബൈ ഡി മോർഗൻസ് ലോ നമുക്കറിയാം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഞാൻ എന്താക്കുന്നു, ഇവിടെ ഇത് ഈക്വൽ ആണ് ആർക്ക്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഭാഗമല്ലേ, ഈ ചെറിയ ഭാഗം അതിന്റെ പുറത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് വരുന്ന ആൾക്കാരല്ലേ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് വരിക. സോ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് വെച്ച ഭാഗം, ഇവിടെ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത ഭാഗമാണെന്ത്, നമ്മുടെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുകയോ അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് വെച്ച ഭാഗമാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡി മോർഗൻസ് ലോയുടെ വെൻ ഡയഗ്രം വരുന്നത്. ഈ കാണുന്ന രണ്ടാൾക്കാരെ നല്ല മനസ്സിലാക്കി വെക്കണേ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എന്താക്കാം, ലാസ്റ്റ് വൺ, ഇന്നത്തെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ പറയുന്നതും ഇവിടെയും സെയിം ആണ്, കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം വരയ്ക്കാനാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുന്നത്, നമ്മൾ നോക്കാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ്. എടാ എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്, എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ് വരിക, നമുക്ക് പറയാം എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എ മാത്രമായിരിക്കും. എയും ബിയും, എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്. സോ ഇത് എ തന്നെ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് റെപ്രസെന്റ് ദ എബോവ് സെറ്റ്. എബോവ് സെറ്റ് ആണ്, എബോവ് സെറ്റ് എ ഇന്റർസെക്ഷൻ ബി ബൈ വെൻ ഡയഗ്രാം. അതായത് ഈ എബോവ് കണ്ടീഷനിൽ വരുന്ന എ ഇന്റർസെക്ഷൻ ബി ആണ് വരയ്ക്കേണ്ടത്. എ ഇന്റർസെക്ഷൻ ബിന്റെ വെൻ ഡയഗ്രാം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. അത് വരച്ചാൽ ഇവിടെ തെറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കാണുന്ന കണ്ടീഷൻ വരുന്ന എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം ആണ്. സോ ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ എന്ന് പറയുന്ന ആൾ, അകത്ത് വരുന്ന ആൾ എ, പിന്നെ പുറത്തുള്ള ആളാണ് ബി. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എ എന്ന് പറഞ്ഞാലാണ് ചെറിയ സെറ്റ്, ബി എന്ന് പറഞ്ഞാൽ വലിയ സെറ്റാണ്. സോ എനെ നമ്മൾ വരയ്ക്കേണ്ടത് ബിയുടെ അകത്താണ്. ബി എന്ന് പറയുന്നതിന്റെ അകത്താണ്. നമ്മൾ നേരത്തെ എമ്മും എന്നും വെച്ച് n-m അതിന്റെ വെൻ ഡയഗ്രാം വരച്ച് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, യൂണിവേഴ്സൽ സെറ്റ് വന്നു, ബി വന്നു, എ വന്നു. ഇനി അതേപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഇയാളാണ് നമ്മളെ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത ഭാഗമാണെന്ത്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ വരിക. ഇനി നിങ്ങളുടെ ഈ സെയിം കണ്ടീഷൻ തന്നെ എ സബ്സെറ്റ് ഓഫ് ബി വരുന്നു. എന്നിട്ട് എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് ബി ആയിരിക്കും. സോ ഈ കാണുന്ന എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മളിതാ ഈ ഭാഗം കൂടി ഇത് മൊത്തം നമ്മൾ എന്താക്കണം, ഷെയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കണേ. സോ ഇത്രയുമാണ് നമുക്ക് വെൻ ഡയഗ്രാമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ബാക്കിയുള്ളത് നിങ്ങൾ എന്താക്കുക, ഓരോ ക്വസ്റ്റ്യനും ഓരോ കണ്ടീഷനും വെച്ച് ചെയ്ത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ഇനി കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡ് എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന വെൻ ഡയഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ചിലപ്പോൾ ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്, അതേപോലെ എമ്മും എന്നും സെറ്റുകളായി തന്നിട്ടുണ്ട്. ചില കേസിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമുക്ക് ഏത് പേരും, സെറ്റിന് ഏത് പേരും പ്രതീക്ഷിക്കാം. എ ആയാലും ബി ആയാലും എൻ ആയാലും എം ആയാലും പി ആയാലും ക്യൂ ആയാലും ഒക്കെ നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് കണ്ടീഷൻ മനസ്സിലാക്കി വെൻ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ സെറ്റാക്കി വെക്കുക. സോ മക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. See you.